ഞാൻ കർണാടകയിലെ ഹുബ്ലി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു കമ്പനിയിൽ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ ചോദ്യം എന്തെന്നാൽ, മരിച്ചവർ എവിടെയാണ്? അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? നന്ദി, ഡോക്ടർ സാക്കിർ. എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായില്ല. ഇവിടെയാണ് ഒന്ന് എന്നും അതിനെന്തു പറ്റിയുമെന്നുമാണ് ചോദ്യം. എവിടെയാണ് മരിച്ചവർ? അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓ, മരിച്ചവർ. സഹോദരൻ ചോദിച്ചത് മരണപ്പെട്ടവർ എവിടെയാണെന്നും അവർക്ക് എന്തു സംഭവിച്ചുവെന്നുമാണ്. ഞാൻ ഒന്ന് എന്ന് കേട്ടതുകൊണ്ട് ആദ്യം ചോദ്യം മനസ്സിലാക്കിയില്ല. എവിടെയാണ് മരണപ്പെട്ടവർ? അവർക്ക് എന്തു സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത്. അള്ളാഹു ഖുർആനിൽ അധ്യായം 67:2 പറയുന്നു, അവനാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത്, നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ഈ ജീവിതം പരലോകത്തേക്കുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ പരീക്ഷണം കഴിഞ്ഞു. പക്ഷെ എല്ലാ മനുഷ്യരുടെയും പരീക്ഷണത്തിന്റെ ഫലങ്ങൾ അത് ഭൂമിയിലെ ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാം മുതൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും അപ്രകാരം ഭൂമിയിൽ വരാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെയുമുള്ള എല്ലാവരെയും വിധി തീർപ്പിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അന്ന് എല്ലാവരുടെയും ഫലങ്ങൾ ഒന്നിച്ചായിരിക്കും വിധിക്കുക. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും വോട്ട് രേഖപ്പെടുത്താറുണ്ടല്ലോ. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും വെവ്വേറെ തീയതികളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. പക്ഷെ വോട്ടെണ്ണൽ എല്ലായിടത്തും ഒരുമിച്ചാണ് നടക്കുന്നത്. ഫലപ്രഖ്യാപനവും ഒരുമിച്ചായിരിക്കും. അതുപോലെ ഇവിടെ പരീക്ഷണം നടന്നു കഴിഞ്ഞു. ദൈവമായ അള്ളാഹു മാലിക് യൗമുദ്ദീനാണ്. അവൻ വിചാരണ നാളിന്റെ ഉടമസ്ഥനാണ്. വിചാരണ നാൾ എല്ലാവർക്കും ഒന്നിച്ചായിരിക്കും. നല്ലവരാര് മോശമായവരാര് എന്ന് തീരുമാനിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് നൽകും. സർവശക്തനായ ദൈവത്തെ അനുസരിച്ചു പോയില്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലും ഏതുതരം പ്രവൃത്തികളാണ് ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും. നിലവിൽ അവർ സജീവമല്ലാത്ത അവസ്ഥയിലാണ്, എന്ന് വെച്ചാൽ മരിച്ച അവസ്ഥയിലാണ്. പക്ഷെ അവരെല്ലാം തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, എന്ന് വെച്ചാൽ സർവശക്തനായ ദൈവം അവർക്ക് വീണ്ടും ആയുസ് നൽകും. അത് വിചാരണ നാളിലായിരിക്കും. അതുകൊണ്ട് വിചാരണ നാളിൽ എല്ലാ മനുഷ്യരെയും പുനർജീവിപ്പിക്കും. അള്ളാഹു ഖുർആനിന്റെ 6-ാം അധ്യായത്തിൽ പറയുന്നു, അന്ന് ആരും അള്ളാഹുവിന്റെ വിധിയോട് എതിർപ്പ് പ്രകടിപ്പിക്കില്ല. കാരണം നമ്മുടെ അവയവങ്ങൾ സാക്ഷ്യം വഹിക്കും, കണ്ണുകൾ സാക്ഷ്യം വഹിക്കും, കൈകൾ സാക്ഷ്യം വഹിക്കും. ഇവയെല്ലാം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും. അതുകൊണ്ട് തന്നെ അന്ന് നരകത്തിൽ ഇടപെടുന്നവർ അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യില്ല. അവർ ഒരു അവസരം കൂടി ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അന്ന് അള്ളാഹു പറയും, നിങ്ങൾ വൈകിപ്പോയി, പരീക്ഷണഘട്ടം കഴിഞ്ഞുപോയി. അതുകൊണ്ട് വിചാരണ നാളിൽ എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും. നമ്മളുടെ പ്രവൃത്തികൾ നല്ലതോ മോശമോ എന്നതിനനുസരിച്ച് വിജയമോ പരാജയമോ ലഭിക്കും. നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ പോകും. ഞാൻ സഹോദരന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.